സഭയിൽ നമുക്ക് കൂട്ടായ്മ കൂടുമ്പോൾ ആ സഭയിലുള്ള എല്ലാവരുമായിട്ട് സഹകരിക്കണം. സ്തോത്രം. ചിലരോ കാണുമ്പോൾ ഒരു വളരെ ലോകം ചോദിക്കുക, എന്തുകൊണ്ട് വിശേഷം, മറ്റവരെ വേറെ ചിലരെ കാണുമ്പോൾ ശരിയല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞാനാന്നേലും നിങ്ങളാന്നേലും ആരാന്നേലും ശരിയല്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത്താഗിനെ ഇവരെ വേശ്യാപുത്രനാണെന്ന് പറഞ്ഞ് ആക്ഷേപിച്ച് പരിഹസിച്ച് മനോവേദനപ്പെടുത്തിയതാ. അങ്ങനെ അവൻ പിന്നെ എന്തിനാ ഒരു ആലോക്യം വേണ്ടെന്ന് ഓർത്ത് നേരെ തോപുദേശത്ത് എന്ന് പാർത്തു. പിന്നത്തെ പ്രശ്നമൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ വേറെ പുസ്തകം വായിക്കുന്നവർക്കറിയാം. ഇങ്ങനെ ജനനം മുതലേ തീച്ചൂളക്കകത്തൂടെ കയറി വന്നവൻ ആ ഇത്താഗ്. ആ ഇത്താഗിനോട് ആ യവമാര് വന്ന് പറയാ, ഞങ്ങൾ വീട്ടിനകത്തിട്ട് കത്തിക്കും വീടുകൾ. എങ്ങനുണ്ട്? സ്തോത്രം. ഞാൻ എൻ്റെ ചെറിയ അനുഭവം ചിലപ്പോഴൊക്കെ ഓർക്കാറുണ്ട്, പറയാറുമുണ്ട് സന്ദർഭം വരുമ്പം. തകനെ പോലൊന്നും അല്ല, ഞാൻ ആ തീച്ചൂളയൊന്നും അല്ല. എന്നാലും എൻ്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പം അമ്മ പറഞ്ഞുള്ള അറിവാ, 3 ആൺകുട്ടികൾ ഒരു മാംസക്കഷണവുമായിരുന്നു. ചത്തുപോയെന്ന് പറഞ്ഞ് മാറ്റിയിട്ടതാ. ഞാൻ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. പിന്നെ അന്ന് മുതൽ ഈ സമയം വരെ തീച്ചൂളക്കകത്തോടായി പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പം കാണുമ്പോൾ പുള്ളിക്ക് എന്നാ കുഴപ്പം, എന്നാ തീച്ചൂള, ചുമ്മാ. പണ്ട് പോൾ അവിടെ സൈഡിരിക്കുക, ആ പോൾ പ്രസംഗിക്കുക. അപ്പോൾ പുള്ളി അമ്മായിപ്പനുണ്ട്, അമ്മായിപ്പൻ്റെ വീട്ടിലാണ് ദത്താണ്. അപ്പോൾ അവിടെ ആ സഭയും പുള്ളി പറഞ്ഞ് എനിക്ക് ഒന്നിനെക്കുറിച്ചും ഒരു വിചാരമില്ല. അപ്പോൾ അമ്മായും പറഞ്ഞ് ഞാനല്ലയോ വീട്ടുകാരിയല്ല നടത്തുന്നത്, പിന്നെ നിനക്ക്. പുള്ളി ഉടനെ അവിടെ അമ്മായിപ്പം നല്ല മിടുക്കനാ. പുള്ളി പറഞ്ഞ് ഞാനാണെന്നല്ലോ ഇവിടുത്തെ കാര്യമില്ല നടത്തുന്നത്, പിന്നെ നിനക്ക് എന്നാ ഭാരപ്പെടാനാ. സ്തോത്രം. അപ്പൊ ഈ തീച്ചൂളക്കകത്തൂടെ വന്ന ഇത്താഗിനെ ഇവർ ഭീഷണിപ്പെടുത്തി. നിന്നെ പെരക്കകത്തിട്ട് ഞങ്ങള് തീ വെച്ച് മിക്കവാറും. സ്തോത്രം. പണ്ട് ഞാനിപ്പോൾ ഇന്നത്തെ പോലെ ഓർക്കുന്ന നമ്മുടെ ഒരു കർത്തദാസൻ ലാസർ വി മാത്യു അവർകളാണ്. അദ്ദേഹം തുരുത്തിക്കാട് പ്രസംഗിക്കാൻ തലേന്നെങ്ങാണ്ട് പ്രസംഗിച്ചു. അപ്പം ആരാണ്ട് എഴുതി കൊടുത്തു, ഇന്ന് പ്രസംഗിക്കുന്ന ഉപദേശിച്ച കല്ലെറിയുമെന്ന് എഴുതി കൊടുത്തു. ഇന്ന് പ്രസംഗിച്ചാൽ കല്ലെറിയുമെന്ന്. അപ്പോൾ കത്ത് പുള്ളിയുടെ കിട്ടി. പുള്ളിയുടെ തന്മയത്വപരമായിട്ട് നന്നായിട്ട് പുള്ളി അവതരിപ്പിക്കും. അതേ ഉടനെ അപ്പം നടത്തിപ്പുകാർ പറഞ്ഞു, ഇനി തുടർന്ന് കർത്താവിൻ്റെ വലിയൊരു ദാസൻ ലാസർ മാത്യു അവർകൾ ദൈവവചനം സംസാരിക്കും. പുള്ളി കയറി ഇങ്ങോട്ട് വന്നുടനെ പുള്ളി ഈ കത്തിങ്ങനെ നോക്കി. പുള്ളി ആദ്യം നേരത്തെ വായിച്ചതാ, എന്നാലും ഒന്നുകൂടെ പുള്ളിയുടെ രീതി അതല്ലേ. പുള്ളി ഇങ്ങനെ വായിച്ചു, ഇതിങ്ങനെ തലയാറ്റേച്ച് പൊളിഞ്ഞ അന്ന് ആദ്യം ഏറ് നടക്കട്ടെ, അത് കഴിഞ്ഞ് പ്രസംഗം. അപ്പം നമുക്ക് മനസ്സിലായി കത്തിൽ എഴുതിയിരിക്കുന്നത് എറിയുവന്ന. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഇത് വായിച്ച അന്ന് ആദ്യം ഏറ് നടക്കട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് ആരും അറിഞ്ഞില്ല. അതേസമയം ഞാനോ നിങ്ങളോ വല്ലുമായിരുന്നു പ്രസംഗിച്ചാൽ അറിയും. ഒരു പാട്ട് പാട്, ഒരു പാട്ട് പാട്, ഞാൻ പോവാ. ആയുഷിൽ അവിടെ യോഗം നടക്കുകയല്ല. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ഇത്താഗിനെ ഭീഷണിപ്പെടുത്തി. നീ ഞങ്ങളെ അവിടെ അമോന്യരോട് യുദ്ധം ചെയ്യാൻ പോയപ്പോ കൂടെ പോകേണ്ടതിന് ഞങ്ങളെ നിന്നെ ഞങ്ങള് ആകത്ത് പേരയ്ക്കകത്തിട്ട് നിന്നെ കത്തിക്കുവന്ന്. അപ്പൊ ഈ ഗിദയോൻ പാസ്റ്ററെ പോലെ അല്ല ഇത്താഗ് പാസ്റ്റർ. കാരണം പുള്ളി തീച്ചുളക്കൊക്കെ തൊടാ. പുള്ളി പറഞ്ഞ ആദ്യം കത്തീര് തന്നെ നടക്കട്ടെ. അടുത്ത വാക്യം ഇഫ്താഹ് അവരോട്, എനിക്കും എന്റെ ജനത്തിനും അമോന്യരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങളെ ഞാൻ വിളിച്ചാന്നല്ലോ.
എന്നാലും നിങ്ങൾ എന്നെ രക്ഷിച്ചില്ലല്ലോ. അടുത്ത വാക്യം. നിങ്ങൾ എന്നെ രക്ഷിക്കയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചും കൊണ്ട് അമ്മോന്യരുടെ നേരെ ചെന്നു. യഹോവ അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം അവരെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. അടുത്തത്. ഇങ്ങനെ ഇരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്ത് എന്ന് പറഞ്ഞു. അനന്തരം ഇഫ്താഹ് മിടുക്കനായിരുന്നു, ഗിദെയോനെ പോലല്ല. ഗിലെയാദ്യരെ ഗിദെയോൻ വേറൊരു ശൈലി, ഇഫ്താഹ് വേറൊരു ശൈലി. ഇഫ്താഹ് പേടിച്ചിരുന്നെങ്കിൽ ആകെ പ്രശ്നമാണ്. പിന്നെ ഇഫ്താഹ് അവരെ ജനത്തെ എല്ലാം കൂടെ എല്ലാവരും ഗിലെയാദിരെ എല്ലാം വിളിച്ചു കൂട്ടി. എല്ലാവരും വാടാന്ന് പറഞ്ഞു. സകല ജനത്തെ വിളിച്ചു എബ്രഹാമിനോട് യുദ്ധം ചെയ്തവരെ തോൽപ്പിച്ചു. അപ്പൊ ഇവര് ചുരുക്കി പറഞ്ഞാൽ ഇവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് ഒടുവിൽ ഇവർ, ഞാൻ ആ ഭാഗം പറഞ്ഞ് ഇന്ന് അങ്ങ് നിർത്താം, ബാക്കി ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ദിവസങ്ങൾ ഇങ്ങനെ കുറേശ്ശെ നമ്മൾ ഈ വേറെ വേദത്തിൽ വാക്യമുണ്ട്. ഈ അമ്മോന്യരെ, ഹിർവ്യരെ, അർഗ്യരെ, പെരിശ്യരെ ഇങ്ങനെ അവരെ കുറേശ്ശെ മാറ്റിയെന്ന് എന്ന് പറഞ്ഞ പോലെ കുറേശ്ശെ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇഫ്താഹ് ഗിലെയാദിനെയെല്ലാം വിളിച്ചു കൂട്ടി എബ്രഹാമിനോട് കയറി പൊരുതി. ഒടുവിൽ ഇവർ പാലായുധന്മാരായിട്ട് ഈ യോർദാന്റെ കടവുകളെല്ലാം കൂടെ പിടിച്ച്, എബ്രഹാം ഭാഗത്തുള്ള യോർദാന്റെ കടവെല്ലാം പിടിച്ചു. എബ്രഹാം ഈ പാലായുധന്മാരിൽ ഒരുത്തൻ അക്കരയ്ക്ക് കിടക്കണം. അപ്പം യോർദാൻ കടവ് കടന്ന് വേണം പോകാൻ. കടവിക്കൽ വരുമ്പോൾ എബ്രഹാമിനെ അന്ന് കണ്ടാൽ കൊല്ലും. കടത്ത് കിടക്കണം. കടത്തിന് എവിടെ വരുമ്പോൾ ചോദിക്കും, കടത്തേ കയറാൻ വരുമ്പോൾ എബ്രഹാമിനെ അന്നോ ഗിലെയാദിന് ആരാ? ഞാൻ പറഞ്ഞു ഞങ്ങൾ ഗിലെയാദിരാ. അന്ന് കടത്തേ കയറി അക്കരെ കൊണ്ടുവിടും. എബ്രഹാമിനാന്ന് പറഞ്ഞാൽ കൊല്ലും. അപ്പൊ ഇവര് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ ടെസ്റ്റിംഗ് അവിടെ നടത്തി. അതാ ഒരു ചെറിയ ടെസ്റ്റിംഗ്. ഇനി നിങ്ങൾ 5-ാം വാക്യം മുതൽ വായിച്ചു. ഗിലെയാദ്യർ എഫ്രൈം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. കടവെല്ലാം കയറി പിടിച്ചു. അടുത്ത എഫ്രൈമെ പലായുധന്മാരിൽ ഒരുത്തൻ ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലെയാദ്യർ അവനോട് നീ എഫ്രൈമിനോ എന്ന് ചോദിക്കും. അല്ല എന്നവൻ പറഞ്ഞാൽ അവർ അവനോട് ഷിബ്ബോലേത്ത് എന്ന് പറയും. അപ്പൊ ഈ എബ്രഹാമിയർക്ക് ഷാ വഴങ്ങുകയല്ല. ഷാ എല്ലാം സായ. ഒരു ചെറിയ പേശ കൊണ്ടവർക്ക് എബ്രഹാമിയരുടെ ജന്മസിദ്ധമായിട്ടുള്ളതാ. ഇവർക്ക് ഈ ഷാ വഴങ്ങി കിട്ടുകയല്ല. ഷായുടെ സ്ഥാനത്തല്ല സായ. അപ്പോ ഷിബ്ബോലത്ത് എന്ന് സ്ഫുടമായിട്ട് പറയാൻ ഷിബ്ബോലത്ത്. അതവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായകൊണ്ട് അവൻ സിബ്ബോലത്ത് എന്ന് പറയും. അങ്ങനുണ്ട്. ഉച്ചാരണ ശുദ്ധി ഇല്ല. ഇല്ല. ദൈവമക്കൾ വളരെ സൂക്ഷിച്ചോണം. ഉച്ചാരണ ശുദ്ധി. ഞാൻ സഹിതം. ഞാൻ ആദ്യം 1-ാം പ്രതി ഞാനാ. വളരെ ഉച്ചാരണ സ്ഫുടത ഉണ്ടായിരിക്കണം. ഉച്ചാരണ ശുദ്ധി. ഇല്ല, അതിനെ കൊല്ലുവെന്നായി പറഞ്ഞത്. ഉച്ചാരണ ശുദ്ധി. ഇപ്പം പിന്നെ നമ്മളെ വെട്ടിക്കൊല്ലുകയല്ല. ഇല്ല, ഈ മാധ്യമങ്ങളിൽ കൂടി മറ്റേ എന്തുവാ അതിന് പറഞ്ഞത്, മീഡിയയിൽ കൂടി കൊന്നു കൊല വിളിക്കും. എന്നെ എത്ര പേരാ കൊന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഉച്ചാരണ ശുദ്ധി നന്നാകാൻ ആ കൊച്ചുനാളില് നിലത്തെടുത്തെന്നാ പറയുന്നത്. നിലത്തെടുത്ത്, ഞാൻ മലയാള രീതിയിലായി പറയുന്നത്. നിലത്തെടുത്ത് ചൂണ്ടുവരൽ പിടിച്ച് നന്നായിട്ട് എഴുതി പഠിപ്പിക്കും. സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം നന്നായിട്ട് എഴുതി പഠിക്കണം. അക്ഷരസ്ഫുടത വേണം. അത് കർക്കശമാണ്. ഇറു, ഇലു എല്ലാം നന്നായിട്ട് അല്ലേ. ഹ, ഴ, റ, ശ, ഷ, സ. ഈ നാസിക കൊണ്ട് പറയേണ്ടതുണ്ട്. അനസ്വാരം, നാസിക, മൂക്കിൻ്റെ സഹായത്തോടെ പറയേണ്ട അക്ഷരങ്ങളുണ്ട്. അതെല്ലാം നന്നായിട്ട് ഉച്ചരിച്ച് പഠിക്കണം. എനിക്ക് വന്ന മിക്കവർക്കും ഉച്ചാരണ ശുദ്ധി ഇല്ല. ഉച്ചാരണ ശുദ്ധി ഇല്ലെങ്കിൽ വലിയ കുഴപ്പടിയാ. ഞാൻ 1-ാം പ്രതി ഞാനാ കേട്ടോ, നിങ്ങളെ അല്ല. 1-ാം പ്രതി ഞാനാ. അപ്പം ഇവര് എബ്രഹാമിനാന്നോടാ ചോദിക്കും. ഇവർ പറയും അല്ല, നിന്നെ ലക്ഷണം കണ്ടിട്ട് എബ്രഹാമിനാന്നല്ലോ. അയ്യോ അല്ല, ഞാൻ എബ്രഹാമിനല്ല. നിന്റെ ഡ്രസ്സിങ്ങും ഒക്കെ കണ്ടിട്ട് എബ്രഹാമിനാന്നോ? അയ്യോ അല്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യുക, കടത്തലോട്ട് കയറാൻ വരട്ടെ, ഷിബ്ബോലത്തെന്ന് പറഞ്ഞാട്ടെ. കുഴഞ്ഞു ഉടനെ പറഞ്ഞ സിബ്ബോലത്ത്. അടുത്തേക്കാൻ മറ്റവൻ ടിഷ് ഇടപാട് തീർത്ത്.
എന്താണ് ഞാൻ പറഞ്ഞതാ, ഒന്നുകൂടെ പറയാം. പഞ്ചായത്തിലെ വാർഡ് മെമ്പറായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്നു. നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇങ്ങനെ ചാരുകസേര മുറ്റത്ത് 4 മണിക്ക് കാറ്റ് കൊണ്ട് കിടക്കുക. പുള്ളി നാട്ടിലൊരു പ്രമാണിയാണ്. അപ്പം സ്ഥാനാർത്ഥിയായിട്ട് 10-12 അവർ പാർട്ടിക്കാർ വന്നു. പറഞ്ഞു പുള്ളി ഇങ്ങനെ, ചേട്ടാ, പുള്ളി കണ്ണു തുറന്ന്, എന്നാ നിങ്ങളെല്ലാം കൂടെ 5-8-10 പേര് വന്ന്, നമ്മുടെ 8ാം വാർഡിൽ സ്ഥാനാർത്ഥിയായിട്ട് ഇവനാണ് നിൽക്കുന്നത്. പുള്ളിയെ കസേരയൊക്കെ തന്നെ കിടന്നുണ്ട്. നമ്മുടെ സ്ഥാനാർത്ഥി. അതെ ചേട്ടാ, ചേട്ടൻ്റെ വോട്ട്, ചേട്ടൻ്റെയും ചേച്ചിയുടെ വോട്ട് കൊടുക്കണം. അപ്പോൾ പുള്ളി നാട്ടിലൊരു പ്രമാണി. ആ വാർഡിലെ പുള്ളിക്ക് കുറച്ച് കുടുംബങ്ങളുണ്ട്, സ്വാധീനത. പുള്ളി കണ്ടേച്ച് പറഞ്ഞു, നമ്മൾ 8ാം വാർഡിൽ നിർത്തിയേക്കാം അല്ലയോ? അതെ. അപ്പം പുള്ളി പറഞ്ഞു, ഒരു 300 വോട്ടിന് ജയിപ്പിച്ചാൽ മതിയോ? അവരന്തം വിട്ടുപോയി. 300, ആകെ കൂടെ 500 വോട്ട് ഇല്ല വാർഡിൽ. അതുകൊണ്ടാണ് പറഞ്ഞു 300 വോട്ട് ജയിപ്പിച്ചാൽ മതിയോ? ചേട്ടാ 300 വേണ്ട, ഒരു 10 എണ്ണത്തിന് ജയിപ്പിച്ചാൽ മതി. എന്നാൽ പുള്ളി പറഞ്ഞു, ആട്ടൊരു 60 അങ്ങ് ജയിപ്പിക്കാം. നീ 10 അല്ലേ ചോദിച്ചാൽ 60 വോട്ടിന് ജയിപ്പിക്കാം, അത് മതി. അപ്പം ചേട്ടൻ്റെ ഡയലോഗാ, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്നാ കണ്ടീഷൻ? ഇതാ, ആ പഞ്ചായത്തിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം അവർ കേൾക്കും, അതുകൊണ്ടാണ്. ആ പഞ്ചായത്തിൻ്റെ പേര് പറഞ്ഞു പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പറെന്ന് മലയാളത്തിൽ ഈ മണ്ണിലോട്ട് എഴുതി വെച്ച് പൊക്കോ, 60 വോട്ടിന് ജയിപ്പിച്ചേക്കാം. ഇന്ന പഞ്ചായത്ത് 8ാം വാർഡിലെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തിൽ ബുക്കും പേനായി എടുക്കാൻ വേണ്ടി പച്ച മണ്ണിലോട്ട് മലയാളത്തിൽ എഴുതി വെച്ച് നീ പെട്ടെന്ന് പൊക്കോ, 60 വോട്ടിന് ജയിപ്പിച്ചേക്കാം. അത് പറഞ്ഞേച്ച് പുള്ളി കസേര കണ്ണടച്ച് കിടന്നു. കുറേ നേരം കണ്ണു തുറന്നപ്പോൾ ആരുമില്ല. അപ്പോൾ പുള്ളി ചോദിക്കുന്നത്, ഇത് വായിക്കാനും എഴുതാനും അറിയാൻ മേലാത്തവനെയാണ് നമ്മൾ ജയിപ്പിച്ച് പഞ്ചായത്തിലോട്ട് വിടുന്നത്. നമ്മൾ എന്നിട്ട് അവനുമായിട്ടൊരു ഫോം പൂരിപ്പിക്കാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവന് തല തിരിച്ചു പിടിച്ചേച്ച് അവസാനം അങ്ങോട്ട് മാറ്റിക്കിടും. ഉച്ചാരണ ശുദ്ധി. അതുകൊണ്ട് എനിക്കോ ഒത്തില്ല, ഞാൻ കുഞ്ഞുങ്ങളോട് പറയാൻ, നന്നായിട്ട് പഠിച്ചോണം. പിള്ളേരെല്ലാം നന്നായിട്ട് നല്ലതുപോലെ പഠിക്കണം. സ്തോത്രം. ഇത് സ്കൂളിൽ തീ പിടിച്ച് കത്തണമെന്നും പറഞ്ഞിരിക്കുക. സ്കൂൾ കത്തണേ, ക്ലാസ് ടീച്ചർ ആകണേ. അല്ല, ചില പിള്ളേരങ്ങനെ പ്രാർത്ഥിക്കും. ദോഷമൊന്നും ഒപ്പിച്ച് വെക്കരുത്. ടീച്ചർമാർക്ക് ആയുസ്സും ആരോഗ്യം കൊടുക്കാൻ പ്രാർത്ഥിക്കണം. സ്കൂൾ നന്നായിട്ട് വരണം, നല്ലതുപോലെ പഠിക്കണം. അപ്പം ഇവിടെ ഒരു ചെറിയ ടെസ്റ്റിങ്, ഷിബോലത്ത് എന്ന് പറയണം. അപ്പം ഇവരെ ഷിബോലത്ത് എന്ന് പറയാൻ ഒക്കത്തില്ല. അതുകൊണ്ട് സായ ഷാ വഴങ്ങുകയല്ല. ഞാൻ ഇടയ്ക്ക് 1-2 കാര്യം പറയാം. ഞാൻ 1-ാം പ്രതി ഞാനാണ് പറഞ്ഞത്. നമ്മൾ നല്ല സ്ഫുടമായിട്ട് ചില കാര്യങ്ങൾ പറയണം. ഈ ശരിക്ക് പറയാത്ത ചില വേടുകൾ ആത്മീക ലോകത്തുണ്ട്, പെന്തിക്കോസ് ലോകത്ത്. ഞാനും അതിൽ പ്രതിയാ. ചില പറയത്തില്ലേ, സ്തോത്രം. സ്തോത്രമല്ല, സ്തോത്രം. അങ്ങനെ 1 കൊരിന്തി 1:4 വായിച്ചേ. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. അങ്ങനെ അതുകൊണ്ട് ഇനി പറയുമ്പോ സ്തോത്രം എന്ന് പറയരുത്, സ്തോത്രം. എങ്ങനെ? സ്തോത്രം. ഷിബോലത്ത് എന്ന് തന്നെ പറയണം, സിബോലത്തെന്ന് പറയരുത്. പടലി കാണുക അല്ലതാ, ടെസ്റ്റിങ്ങാ. നമ്മുടെ ഇടയിൽ അങ്ങനെ ചില ഉച്ചാരണ ശുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ ഞാനും പലരും അങ്ങനെ ഉപയോഗിക്കും. അത് തെറ്റാ. അത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. അതിലൊന്നാണ് സ്തോത്രം. താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങനെ മേലിൽ പറയരുത്. സ്തോത്രം, 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 സ്തോത്രം.
സ്തോത്രം ശ്രീ മനുവേലനെ എന്നല്ല, സ്തോത്രം ശ്രീ മനുവേലനെ അല്ല, അങ്ങനെ ഉച്ചാരണ ശുദ്ധി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പം തെറ്റിദ്ധരിക്കരുത്, പുള്ളി എപ്പോൾ കയറിയാലും പുള്ളിയെ പറ്റി അങ്ങ് പുകഴ്ത്തും, പിന്നെ കൂടെ പുള്ളിയുടെ അമ്മയുടെ കാര്യവും അല്ല, അങ്ങനെ ചിലക്ക് ചിന്തയുണ്ട്, ഇളക്കം ഉണ്ടാകും. സ്കൂളിൽ പഠിക്കുമ്പം ഈ കലാപരിപാടിയും കായികമേളയുണ്ട്. കായികമേള അത്ര വശമില്ല. കലാപരിപാടിയിൽ ഈ പദ്യപാരായണത്തിന് ചേരും. അത് ഹിന്ദിക്കും ചേർന്നിട്ടുണ്ട്, ഇംഗ്ലീഷിനും ചേർന്നിട്ടുണ്ട്, മലയാളത്തിനും ചേർന്നിട്ടുണ്ട് നേരത്തെ. അപ്പം ഒന്നെങ്കിൽ എനിക്ക് ഫസ്റ്റ് അല്ലേ സെക്കൻഡ്. ആ പഠിച്ച കാലമെല്ലാം അങ്ങനെ ആയിരുന്നു. സ്വരമാധുര്യം കൊണ്ടല്ല. അപ്പം മാർക്കിടുന്ന ജഡ്ജസ് ടീച്ചേഴ്സ് പറയും ഉച്ചാരണ ശുദ്ധി ഉണ്ടെന്ന്. അങ്ങനെ എനിക്ക് മാർക്ക് ചിലതിന് കിട്ടുന്നത്. സ്ഫുടമായിട്ട് നല്ല സ്ഫുടമായിട്ടത് ചൊല്ലണം. അക്ഷരത്തിന് സ്ഫുടതയുണ്ടായിരിക്കണം. അത് ഉച്ചരിച്ച് പഠിക്കണം. ആട്ടെ, ഇടയ്ക്ക് ഞാൻ കയറി പറഞ്ഞതേ ഉള്ളൂ. എനിക്കത് അങ്ങനെ കൂടുതലും ഫസ്റ്റോ സെക്കൻഡോ ഒക്കെ കിട്ടുന്ന ഉച്ചാരണ ശുദ്ധി, അക്ഷരസ്ഫുടം. അതുകൊണ്ട് എനിക്കിപ്പോഴും നിർബന്ധമാണ് പാട്ടൊക്കെ പാടുമ്പോൾ സ്ഫുടമായിട്ട് ക്ലിയറായിട്ട് പാടണം. നിങ്ങൾ ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ പാട്ട് ശ്രദ്ധിച്ചേ, അക്ഷരമൊക്കെ നല്ല സ്ഫുടമല്ലേ? സ്ഫുടത. അങ്ങേര് കച്ചേരി നടത്തിയാൽ നല്ല സ്ഫുടമായിട്ടത് തിരിയും. അല്ലാതെ പറഞ്ഞു ഉമ്മ ഏതാന്ന് പോലും ഏതാന്ന് പോലും അദ്ദേഹത്തിൻ്റെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. അത് മഹാഭാവമൊന്നും അല്ലെന്ന് ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ എന്താ ദിശമേ ദൈവത്തിന് സ്നേഹം, അത് മാത്രമേ ഞങ്ങൾ പിന്നെ നല്ല സ്ഫുടമാണ്. അതുപോലെ തന്നെ KS ചിത്ര, ഞാൻ ഇപ്പോൾ ഓർക്കുന്ന അവർ മനോരമയ്ക്ക് ഇറക്കിയ ഒരു കാസറ്റ് ചിത്രയെ കൊണ്ടാണ് പാടിപ്പിച്ചത്. അതിലാണ്ട് നമ്മളെല്ലാം തെറ്റിച്ചാണ് പാടുന്നത്. അക്ഷര്യമേ ഇത് ആരാൽ വർണ്ണിച്ചിടാം, കൃപയേ 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 ചിന്തിയല്ലോ സ്വന്ത രക്തം എനിക്ക. അതിലൊരു വരിയുണ്ട് താഴോട്ട് ഹാ. നിങ്ങളത് ഹാ എന്നുള്ളത് എന്തോ സ്ഫുടമായിട്ട് അവർ ആ മാന്യ വനിത ചൊല്ലിയിരിക്കുന്നത്. തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ, തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ. നമ്മളെല്ലാം പാടുന്ന ആന്ന, നമ്മൾ പാടുന്നില്ല തൂങ്ങിക്കിടക്കുന്നു സ്നേഹസ്വരൂപൻ ആയനിക്ക. നമ്മളെല്ലാം ആയല്ല ഹാ. അത് നിങ്ങൾ ഇന്ന് രാത്രി തന്നെ ആ ചിത്ര പാടിയിരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഇന്ന് രാത്രി ശ്രദ്ധിച്ചേ. ഞാനത് ശ്രദ്ധിച്ചു. എനിക്ക് അവരോട് കുറച്ചുകൂടെ ബഹുമാനം കൂടി. ഹാ ഹാ എന്നുള്ളത് അങ്ങനെ തന്നെ ഉച്ചരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം, ഞാൻ സഹിതം. ഇപ്പോഴത്തെ പാട്ടുകാർ ഏത് പാട്ടാന്ന് പോലും നമുക്ക് തിരിയത്തില്ല. ആയാന്നോ ഈ ആന്നോ ഊവാന്നോ ഇറുവാന്നോ ഇതെല്ലാം കൂടെ അടിച്ച് ബഹളം ഉണ്ടാക്കി ഓളിയും കൂട്ടി എന്തോരങ്ങ് അലമ്പുണ്ടാക്കി അന്തരീക്ഷം മുഴുവൻ. പിന്നെ ഇതിൻ്റെ ഓളത്തിലങ്ങ് ഇതിനേത് പാട്ട് നിങ്ങൾക്കൊന്ന് ഈ യേശുദാസ് അല്ലെങ്കിൽ ചിത്ര ഇങ്ങനെയുള്ള ആ സംഗീതത്തിൽ നല്ല നൈപുണ്യമുള്ള അവർ നിങ്ങൾ പാടുമ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എഴുതിയെടുക്കാം. പാട്ട് നമ്മുടെ ആൾക്കാർ പാടിയാന്ന് എഴുതിയെടുക്കാവോ? 100 വട്ടം കേൾക്കണം. പിന്നെ നമ്മൾ കേട്ട് ആയാന്നോ നിന്റെ ചെവിക്കല്ല് പോകാമെന്നല്ലാതെ അവസാനം നേരം വെളുത്തമ്മ എനിക്ക് എന്നാന്നറിയാൻ മേല ഇതിനകത്ത് കിടന്നങ്ങ് മൂളുന്ന് ഹാ കേട്ടാ ഇരുന്നതാ വെളുപ്പേരം. അക്ഷരസ്ഫുടത അത് അത്യാവശ്യമാണ്. വിശേഷിച്ച് ശുശ്രൂഷകന്മാർ, കർത്തൃദാസന്മാർ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത് അക്ഷരസ്ഫുടത.
അതുകൊണ്ട് സ്തോത്രം എന്ന് പറയരുത്, സ്തോത്രം. സ്തോത്രം. അത് കൃത്യമായിട്ട് ഒന്നിന് ഞാൻ കുറെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്, നമുക്ക് സ്ഫുടതയില്ലാതെ പറയുന്നത്. അല്ല ചെല് ഹല്ലേലൂയ ഹല്ലേലൂയ. നീ ബോധക്കേടൊന്നും വിളിച്ച് പറയരുത്. വായിച്ച വെളിപ്പാട് 19:4 ഹല്ലേലൂയ അങ്ങനെയാന്ന് എഴുതിയേക്കുന്നത്. വായിച്ചേ വെളിപ്പാട് 19:4 നിന്റെ ഹല്ലേലൂയ. 24 മൂപ്പന്മാരും 4 ജീവികളും ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചാരണ സ്ഫുടത ഉണ്ടായിരിക്കണം. ചുമ്മാ ഹല്ലേലൂയ. വായിക്കാത്ത വെള്ളം കൊണ്ടേക്കാന്നോ? ഹല്ലേലൂയ. ആമേൻ. സ്ഫുടമായിട്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ ആത്മീക ലോകമായതുകൊണ്ടാണ് ഞാൻ പുറത്ത് വേറെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വേർഡുകളല്ലേ. അതുപോലെ ചില ഇപ്പോഴത്തെ ചില പ്രസംഗകരുമൊക്കെ ഉണ്ട്. യേശു ഞങ്ങളുടെ ഒരു ഉപദേശിച്ച് പറഞ്ഞു ഒരു ഷൂവേ ഉള്ളൂ എന്ന്. ഷൂ അവൻ്റെ ഒരു ഷൂ കാണാനില്ല, എടുത്ത് കൊടുക്കടാന്ന്. അവൻ ഒരു ഷൂ ആയിട്ട് മത്തായി 1:21 വായിച്ച ഷൂ എന്നാന്നോന്നു. അവനങ്ങ് സായിപ്പാകുക. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് നീ അവന് യേശു. അങ്ങനെ യേശു അല്ല യേശു. ഇനി നീ ഒരു ഷൂ ആയിട്ട് കറങ്ങി നടക്കരുത്. യേശു അങ്ങനെ തന്നെ സ്ഫുടമായിട്ട് പറയണം. അപ്പം സ്തോത്രം പറയരുത്, സ്തോത്രം. ഹല്ലേലൂയ അങ്ങനെ ഒന്നും മിണ്ടരുത്. ഹല്ലേലൂയ അങ്ങനെ തന്നെ എല്ലാം കുറിച്ച് നോട്ട് ചെയ്തോണം. ഇനി ഞാൻ പിടികൂടും. വിളച്ചിലും പടയനി ഒന്നും ഇനി നടക്കുകയല്ല. ശ്രദ്ധിച്ചോ, ഇന്നത്തെ യോഗം അങ്ങനെയും ഗുണമാകട്ടെ. സ്തോത്രം. ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയായി പറയുന്നത്. നമുക്കെല്ലാം തെറ്റ് പറ്റും, അത് പറ്റരുത്. കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ചോണം. അപ്പൊ യേശു അല്ല യേശു. അതുപോലെ ചെല്ലി ചോദിക്കല്ലേ നിങ്ങൾ ഏത് സഭയില? ചർച്ചക്കോട്. അതെന്നാ കോടാ? അത് സ്ഫുടമായിട്ട് പറഞ്ഞോണം. എങ്ങനെയാ അത് ബിജു സാറേ? ചർച്ച് ഓഫ് അങ്ങനെ തന്നെ പറയണം. ചർച്ച് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞാൽ പുടുക്ക് നിന്ന് വെച്ചിരിക്കുകയല്ലേ എരിവുള്ള. പണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചാ, അമ്മേ ഏത് സഭയിലാ? ചാരോൻ. എന്തോ ചാരാനോ? ഷാരോൻ. ഷാരോൻ അങ്ങനെ തന്നെ സ്ഫുടമായിട്ട് പറയണം. ഷാരോൻ. പേര് ഞാൻ പറയുന്നില്ല. ഞാൻ സഭയുടെയൊക്കെ പേര് പറയുമ്പോൾ അങ്ങനെ അസംബ്ലിക്കോട് ഇതൊക്കെ സ്ഫുടമായിട്ട് അത് അറിയാൻ മേലെങ്കിൽ അറിയാവുന്നവരോടൊന്ന് ചോദിക്കണം. ഇങ്ങനെ ഉച്ചാരണ ശുദ്ധി നന്നായിട്ട് വേണം. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഉണ്ടായിരുന്നു. കർത്താവേ യോശുവയോട് പറഞ്ഞതുപോലെ. യോശുവ എന്നല്ലേ? അങ്ങനെ തന്നെ പറയണം. യോശുവ. പ്രാർത്ഥിക്കുമ്പോൾ അവരങ്ങനെ കർത്താവേ നീ യോശുവയോട് പറഞ്ഞ പോലെ. വേറെ സ്ഥലത്ത് ഇരുന്നപ്പോൾ ഒരു പുള്ളിക്കാരി പ്രാർത്ഥിക്കുക. അപ്പം ഞാനും ആ യോഗത്തിനുണ്ട്. അപ്പോൾ ഇവർ കൂടെ പറയുന്നുണ്ട് കർത്താവേ പോലീസ്. അപ്പോൾ ഈ പോലീസ് ഞാൻ ഇനിയിപ്പോൾ പോലീസ് കേസ് വല്ലതും എന്താ പക്ഷെ ചോദിക്കാനും ഒക്കുന്നില്ല. ഇവർ കൂടെ പോലീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പം ഞാനത് പോലീസ് ഇവിടെ വന്നു. അപ്പം ഞാൻ അടുത്തിരുന്ന പുള്ളിയോട് ചോദിച്ചാൽ എന്നെ കേസ് വല്ലതും ഉണ്ടോ? ഇവർ പ്രാർത്ഥിക്കുക, കൂടെ പോലീസിൻ്റെ കാര്യം പറയുന്നുണ്ട്. പിന്നീട് പുള്ളി പറഞ്ഞു പോലീസെന്നല്ല പൗലോസെന്നായി പറയുന്നത്. പൗലോസ് പറഞ്ഞ പോലെ എന്നുള്ളതാണ് പറഞ്ഞത്. പോലീസ് പറഞ്ഞ പോലെ, പോലീസ് പറഞ്ഞ പോലെ. ഞാൻ പോലീസ് എന്നാ പറഞ്ഞത്? അപ്പം ഞാൻ ചെന്നപ്പം മുതൽ ചിന്തിക്കുക പോലീസ് എന്നാ പറഞ്ഞത്, എന്നെ വിഷയം എന്നാ ഇവിടെ ഉണ്ടാ അങ്ങ് വെപ്രാളമാ. പോലീസ് പറഞ്ഞ പോലെ പൗലോസ് എന്നുള്ളതാ പോലീസ്. ആദ്യമായിട്ടെടുത്തപ്പോൾ ഇവിടെ പോലീസ് കേസാന്ന് തോന്നുന്നു, നമുക്ക് പോയേക്കാന്ന് പറയും. പ്രാർത്ഥിക്കുമ്പോൾ മുഴുവൻ ഉച്ചാരണ സ്ഫുടത വേണം. ഞാൻ സഹിതം വളരെ ശ്രദ്ധിച്ചോണം. എനിക്കും തെറ്റുണ്ട്. സ്തോത്രം. അപ്പം അത് വളരെ അതുപോലെ ചിലരെ പറയാനുണ്ട്
പെന്തക്കോസ്ത്, അങ്ങനല്ലേ? രണ്ടിൻ്റെ ഒന്ന് വായിച്ചേ. എങ്ങനെ എഴുതിയേക്കുന്ന മലയാളത്തിൽ? അപ്പോസ്തല പ്രവൃത്തി 2:1. എങ്ങനാ? അങ്ങനെ നാളെ പറഞ്ഞ പെന്തക്കുസ്ത. ചെല്ലു പറയേ ബെന്തിക്കോസ്. നിങ്ങൾ ബെന്തിക്കോസ് ആണോ? ഞാൻ പറഞ്ഞ അല്ല. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാനാ ഇപ്പൊ പറഞ്ഞ അല്ലെന്ന്. ബെന്തിക്കോസ്, ബെന്തിക്കോസും അല്ല, പെന്തക്കുസ്തായും അല്ല. മലയാളത്തിൽ ഉച്ചരിക്കുമ്പോൾ പെന്തക്കോസ്ത്. അങ്ങനെ തന്നെ സ്ഫുടമായിട്ട് പറയണം. ഒന്നില്ല, നമ്മൾ നിൽക്കുന്ന സംഘടനയുടെ കാര്യമെങ്കിലും ഉച്ചരിക്കണ്ടേ ശരിക്ക്? സ്തോത്രം. അതുപോലെ ചെല്ലി പറയാണ്ട് കത്രിമേശ. കത്രിമേശ അങ്ങനെയാണോ എഴുതിയേക്കുന്നത്? കർത്തൃമേശ. ആ മേളിലൊരു ചെറിയ കുനിപ്പുണ്ടത് ഇറ. ചില കത്രിമേശ അതിനാ മേശയാ? ഞാൻ ഒത്തിരിയും കാര്യം ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ചെല്ലു പറയില്ലേ എവിടെ പോകുന്നു? പ്രാർത്ഥനയ്ക്ക് പോവുക. പ്രാർത്ഥന. പ്രാർത്ഥന അത് ശരിക്കും ഉച്ചരിച്ചോണം. ഇപ്പം ഈ വിഷയം എടുത്തപ്പോൾ അതെല്ലാം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണ്ടേ. പ്രാർത്ഥന നന്നായിട്ട് ഉച്ചരിച്ച് പഠിക്കണം. പണ്ടൊക്കെ പറയുമായിരുന്നു, ഇപ്പം അത് പറയത്തില്ല. എവിടെ പോകുന്നത്? കമ്മീഷന് പോവുക. കമ്മീഷൻ. ഇനി അത് പറയാൻ തിരിയുന്നില്ല, യോഗത്തിന് പോകാമെന്നങ്ങ് പറഞ്ഞു. സ്തോത്രം. ആട്ടെ, പെട്ടെന്ന് നിർത്താം. ചെല്ലു പറയില്ല ഉപവാസം. എന്തെങ്കിലും കഴിക്കുന്നില്ലേ? ഞാൻ ഉപവാസം ഒക്കെ ക്ലിയർ ആക്കണ്ടേ. പണ്ട് TV തോമസ്, വത്സന എബ്രഹാമിൻ്റെ ഫാദറിലോ, അദ്ദേഹം ഈ ശുശ്രൂഷകന്മാരൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ അത് പുള്ളി അന്നേരം അവിടെ ഇരുന്ന് തിരുത്തും. പണ്ടൊരാൾ പറഞ്ഞ് പളവെന്ന് പറഞ്ഞ് പളമല്ല പഴം, മലയാളത്തിൽ അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു. പുള്ളി തിരുത്തി കൊടുത്തു. അതുകൊണ്ട് ഉപവാസമല്ല, ഉപവാസം. സ്തുതിക്കുന്നു അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കണം. ചെല്ല് പിന്നെ കയറി വിളിക്കാണ്ട് പാഷല്ല. പാഷയിൽ നിന്നും കയറി വിളിക്കരുത്. ഇല്ല അങ്ങ് ഉപദേശിന്ന് വിളിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. അതാ കുറച്ചുകൂടെ നല്ലത്. ഉപദേശി കട്ടി കൂടിയത് പറഞ്ഞാൽ ചിലപ്പോൾ നാക്ക് വഴങ്ങുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ. ഞാനാണെങ്കിൽ എനിക്ക് അറിയാൻ മേലാത്ത കാര്യം പറയും, എനിക്കത് അറിയത്തില്ല, നിങ്ങൾ പറയാൻ പറയും. നമ്മളത് പറഞ്ഞ് ഉരുക്കൊക്കുന്നില്ല നല്ലത്. ഉച്ചാരണ സ്ഫുടത അതല്ലേ. അതുപോലെ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. ക്ലിയറായിട്ട് പ്രാർത്ഥിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കണം. ഒരാൾ മാത്രമല്ല. തുടങ്ങുന്ന എങ്ങനെ, നിർത്തുന്ന എങ്ങനെ. ഇല്ല അമ്മാമ്മ പ്രാർത്ഥിക്കുമ്പോൾ പോലീസ് പറഞ്ഞെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കരുത്. ആ വാചകമെല്ലാം ക്ലിയർ ആയിരിക്കണം. സ്തോത്രം. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും മതി. ദൈവത്തിൻ്റെ മഹത്വം. വാഹന സൗകര്യം ഇല്ലാത്തവരെ ഇന്ന് കൊണ്ട് വിടാം, ഭാരപ്പെടുവൊന്നും വേണ്ട. എബ്രഹീം ഹൃദയത്തിനകത്ത് നിന്ന് ഈ ഡെമ്പും അഹങ്കാരവും അസൂയയും അതെല്ലാം മാറ്റണം. 10 ഇരട്ടി അനുഗ്രഹം പ്രാപിച്ചവൻ എല്ലാവരേക്കാൾ ഉപരി ദൈവത്തോട് വിശ്വസ്തനായിട്ട് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആരെയും വിധിക്കണ്ട. നമുക്ക് നമ്മയൊന്ന് ശോധന ചെയ്യാം. ഇന്ന് രാത്രി അവർക്ക് കിട്ടി, മറ്റവർക്ക് കിട്ടി, അങ്ങനൊന്നുമല്ല. നമുക്കുള്ള ദൂത. ഞാൻ എപ്പോഴും പറയും, 3 പേരിൽ എൻ്റെ നെഞ്ചിന് നേരെയാ. 1 ഉള്ളു നിങ്ങൾക്ക്, 3 എനിക്കാ, 1 നമുക്ക് ദൈവം സാക്ഷിയാ. അതുകൊണ്ട് അവനവൻ തന്നെത്താനൊന്ന് ശോധന ചെയ്യുക. ഇന്ന് രാത്രി നമ്മയൊന്ന് സമർപ്പിക്കുക. കർത്താവേ, ജീവിതത്തിലെ പോഷത്വങ്ങൾ, അപാകതകൾ, കുറവുകൾ, പോരായ്മകളെല്ലാം ക്ഷമിച്ച് ദൈവം എന്നെ വിശുദ്ധീകരിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ.
എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം, എല്ലാവരും പ്രാർത്ഥിക്കാം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. താഴ്ചയിൽ എനിക്ക് അവൻ തണലേകി താങ്ങി എന്നെ